നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 75. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 1-ാം സ്കന്ധത്തിൽ 4-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സ സാമ്രാട് കസ്യവാഹേതോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാം അനാദൃത്യാധിരാട് ശ്രിയം. സ സാമ്രാട് കസ്യവാഹേതോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാം അനാദൃത്യ അധിരാട് ശ്രിയം. അങ്ങനെ വാക്കുകൾ അർത്ഥം പറയുമ്പോൾ ചക്രവർത്തിയും പാണ്ഡുരാജാക്കന്മാർക്ക് യോഗ്യതയെ വർദ്ധിപ്പിക്കുന്നവനുമായ ആ രാജാവ് ആരെ? പരീക്ഷിത് മഹാരാജാവ് ചക്രവർത്തിയുടെ ഐശ്വര്യ പദവിയെ ആദരിക്കാതെ എന്തു കാരണത്താൽ ഗംഗയിൽ പ്രായോപവേശം ചെയ്തു. പ്രായോപവേശം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തിനെ ബ്രഹ്മത്തിന് വിട്ടുകൊടുക്കുക, അന്നം ആഹാരം ഒന്നും കഴിക്കാതെ കണ്ട്. ഇതാണ് സംഭവം പ്രായോപവേശം എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയാം, പാണ്ഡു മഹാരാജാവിൻ്റെ വംശത്തിന് അധിക യോഗ്യതയെ വരുത്തുവാൻ തക്കവിധം കീർത്തിമാനായ ആ മഹാരാജാവ് ചക്രവർത്തിയല്ലയോ? അതെ, ആ മഹാപദവിയെ ആദരിക്കാതെ ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്യുവാൻ എന്ത് കാരണം? പ്രായോപവേശം എന്നത് മരണത്തിനൊരുങ്ങി ആഹാരം കൂടാതെ വെടിഞ്ഞ് ശരീരം സൂക്ഷിപ്പിച്ച് ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിയുന്നതായ ഒരു കഠിന വ്രതചര്യയാകുന്നു എന്നറിയുക. ഗംഗയിൽ കാശിയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. എന്താ അത്? വലിയൊരു ഹാളായിരിക്കും. അതിൽ ഒരു 2 അടി വീതി 1 ഇഞ്ച് കനത്തിൽ ഓരോ പലകയോ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ഗംഗയിൽ കുളിച്ച് വന്നിട്ട് മലന്ന് കിടക്കുക. മലന്ന് കിടന്നിട്ട് ശിവശിവ 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 ജപിക്കുക. ഒന്നും കഴിക്കാൻ പാടില്ല. ശരീരത്തിൽ മലമൂത്രം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ മരിക്കും. 15 ദിവസം 16 ദിവസമൊക്കെയാണ് അവരുടെ സമയപരിധി. അതിൻ്റെ ഉള്ളിൽ മരിച്ചിട്ടില്ലെങ്കിൽ അവർ പാപം ചെയ്തിട്ടുണ്ടെന്നാണ്. പിന്നെയും വീട്ടിൽ പോയി കുറച്ച് ദിവസം ഇരുന്ന് മനസ്സിനെ പരിപാകപ്പെടുത്തിയിട്ട് വരണം. ഞാനിത് ഒരു 10-35 കൊല്ലം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രായോപപ്രവേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക, ആഹാരം ഒന്നും കഴിക്കാണ്ട്, ജലപാനം കഴിക്കാണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി 11-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? 4 വരി ശ്ലോകമാണ്. നമന്ദയത് പാദനികേതമാത്മന ശിവായ ഹാനീയധനാനി ശത്രവാം കഥം സവീര ശ്രിയമംഗ ദുസ്ത്യജാം യുവൈഷദോൽ സൃഷ്ടുമഹോ സഹാസുഭി. നമന്ദിയത് പാദനികേതമാത്മന ശിവായ ഹാനീയധനാനി ശത്രവാം കഥം സവീരശ്രിയമംഗദുസ്ത്യജാം യുവൈഷദോൽ സൃഷ്ടുമഹോ സഹാസുഭി. ഇതിനർത്ഥം പറയണത്, ശത്രുക്കൾ ആത്മാവിൻ്റെ മംഗളത്തിനായി കൊണ്ട് ധനങ്ങളെ കൊണ്ടുവന്നിട്ട് സ്പഷ്ടമാകും വണ്ണം യാതൊരുവൻ്റെ ചരണപീഠത്തെ നമിക്കുന്നു. ശൂരനും തരുണനുമായ അവൻ പ്രാണങ്ങളോടുകൂടെ ഉപേക്ഷിപ്പാൻ കഴിയാത്തതായ ഐശ്വര്യത്തെ ഉപേക്ഷിപ്പാനായിക്കൊണ്ട് എങ്ങനെ ഇച്ഛിച്ചു? ആശ്ചര്യം. ഇതാണ് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം. ഇനി അതിന് നമ്മൾ ഭാവാർത്ഥം പറയുമ്പോൾ
യാതൊരുവൻ്റെ ചരണപീഠത്തെ കാല് വയ്ക്കണ പീഠത്തിനാണ് ചരണപീഠം എന്ന് പറയുക. ശത്രുക്കൾ അവരുടെ ക്ഷേമത്തിനു വേണ്ടി ധനങ്ങളെ കൊണ്ടുവന്ന് സമർപ്പിച്ച് നമസ്കരിക്കണം. അല്ലേ? ചക്രവർത്തിമാരുടെ ചരണപീഠത്തിലാണ് തലമുട്ടുക പ്രഭുക്കന്മാർ. ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളിതാ ഇത്ര ഉറുപ്പ്യ കപ്പം തരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ റവന്യൂ കൊടുക്കുന്നത് പോലെ തന്നെ. അത്ര ശൂരനും യൗവനയുക്തനുമായ മഹാരാജാവ് ഉപേക്ഷിപ്പാൻ കഴിയാത്തതായ രാജ ഐശ്വര്യത്തെ പ്രാണങ്ങളോടുകൂടി ഉപേക്ഷിപ്പാൻ എങ്ങനെ ആഗ്രഹിച്ചു? ഇതാണ് അറിയേണ്ടത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രമാണെന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക. 12ാമത്തെ ശ്ലോകം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോകപരായണാ ജനാഃ ജീവന്തിന ആത്മാർത്ഥമസോ പരാശ്രയം മുമോച നിർവിദ്യകുതകളേവരം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോകപരായണാ ജനാഃ ജീവന്തിന ആത്മാർത്ഥമസോ പരാശ്രയം മുമോച നിർവിദ്യകുതകളേവരം. അതിനർത്ഥം പറയണത് ലോകത്തിൻ്റെ സുഖത്തിനായിക്കൊണ്ടും, ഈ ശിവായ എന്ന് പറഞ്ഞാൽ മംഗളമായിട്ടെന്നുള്ളത് അതന്നെ, സുഖത്തിനായിക്കൊണ്ടും സമൃദ്ധിക്കായിക്കൊണ്ടും ഐശ്വര്യത്തിനായിക്കൊണ്ടും ഭഗവാനെ ആശ്രയിക്കുന്ന, അപ്പോൾ ഭഗവാൻ ആരാണ് എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞു, ഉത്തമ ശ്ലോകപരായണ, ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്നു. ആത്മാവിന് വേണ്ടിയല്ല. ഈ രാജാവ് നിർവേദിച്ചിട്ട് അന്യർക്ക് ആശ്രയമായിരിക്കുന്ന ശരീരം, ഈ ശരീരം മറ്റുള്ളവർക്ക് ആശ്രയമാണ്. കാരണം ബ്രഹ്മത്തിന് പ്രതികരിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. എന്തു കാരണത്താൽ ഉപേക്ഷിച്ചു? അപ്പോൾ അതിൻ്റെ ഒരു ആഗമനം പറയുമ്പോൾ, ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർ ലോകത്തിൻ്റെ സുഖത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ജീവിക്കണം. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ജീവിക്കണവൻ കഴുതകളാണെന്നാണ് പറഞ്ഞത്, മൂഢന്മാർ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല, പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല, ഇവിടെ ഉള്ളത് പറയണം. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർ ലോകത്തിൻ്റെ സുഖത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടല്ല, അവരവർക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയായിരിക്കെ അന്യർക്ക് ആശ്രയമായിരിക്കുന്ന ശരീരത്തെ ചക്രവർത്തി എന്തു കാരണത്താൽ ഉപേക്ഷിച്ചു? അദ്ദേഹം വിരക്തനായതുകൊണ്ട് ധനാദി വിഷയങ്ങളിൽ ആശയറ്റവനാണെങ്കിലും ലോകക്ഷേമത്തെ നോക്കാതെ പ്രായോപവേശം ചെയ്തതിന് മതിയായ കാരണമുണ്ടായിരിക്കണം. ആ കാരണം എന്താണെന്ന് അങ്ങ് പറഞ്ഞാൽ. അപ്പോൾ അത് പിന്നെ 13ാമത്തെ ശ്ലോകം നോക്കൂ. തൽസർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതം മന്യത്ര ച അന്തസാത്. തൽസർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ച അന്തസാത്. അപ്പോൾ ഇവിടെ അതിനർത്ഥം ഇപ്പോൾ യാതൊന്ന് ചോദിക്കപ്പെട്ടുവോ? അങ്ങയുടെ ചോദ്യം വളരെ നന്നായിട്ടുണ്ട്. ആ ചോദിക്കപ്പെട്ടുവോ അതൊക്കെയും ഞങ്ങളോട് പറഞ്ഞാലും അപ്പോൾ പറഞ്ഞു വൈദികങ്ങളെ ഒഴിച്ച്, വൈദികങ്ങളെന്ന് പറഞ്ഞാൽ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിച്ച് വാക്കുകളുടെ വിഷയത്തിൽ പാരംഗതനാണെന്ന് അങ്ങയെ ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ എന്താണെന്ന് പറയുക, വേദത്തിലും എന്തുണ്ട്, താന്ത്രികമുണ്ട്. ആ താന്ത്രികം മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഞങ്ങൾ ഏതേത് സംഗതികളെക്കുറിച്ച് ചോദിച്ചുവോ അതിൻ്റെ അർത്ഥം അതെല്ലാം വിസ്തരിച്ച് വേണ്ട വിധം ഞങ്ങളോട് പറയണം. വേദവാക്കുകളെ ഒഴിച്ച് അന്യങ്ങളായ വാക്കുകൾക്ക് ഗോചരമായ അർത്ഥത്തിൻ്റെ പരാംഗതനായിട്ട് അങ്ങയെ കരുതുന്നു. അങ്ങ് സർവജ്ഞനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് ഞങ്ങളുടെ സംശയം ദൂരീകരിച്ച് തരണം. സൂതാവാച. പിന്നെ അപ്പോൾ സൂതൻ ഇങ്ങനെ പരീക്ഷിത്തും ശുഖബ്രഹ്മ മഹർഷിയും കൂടിയുള്ള സംവാദം കഴിഞ്ഞു.
ഇനി സൂതര ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് ശുഖബ്രഹ്മർഷിയോട് പറയാണ്. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാത പരാശരാദ്യോഗീ വാസവ്യാം കലയാഹരേ. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാത പരാശരാദ്യോഗീ വാസവ്യാം കലയാഹരേ. മൂന്നാമത്തെ യുഗപരിവർത്തനത്തിൽ ദ്വാപരം പ്രാപിച്ചപ്പോൾ, അതായത് ദ്വാപരയുഗം പ്രാപിച്ചപ്പോൾ, എപ്പോൾ മൂന്നാമത്തെ ചതുര്യുഗങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൂന്നാമത്തെ ചതുര്യുഗം വരുമ്പോഴാണ് പരാശരനിൽ നിന്ന് വാസവിയിൽ, വാസവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കോത്തി, അവിടെ ഒരു തോണി കർത്തന സ്ത്രീ ഉണ്ടായിരുന്നു. വാസവിയിൽ ഹരിയുടെ അംശം കൊണ്ട് യോഗിയായ വ്യാസർ ജനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം സൂതൻ പറയണു. ഏതു യുഗത്തിൽ ഈ കഥ സംഭവിച്ചു എന്ന ചോദ്യം മുതൽക്കുള്ള ഉത്തരം പറയുന്നു. കൃത, ത്രേത, ദ്വാപര, കലി, ഈ 4 യുഗം ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെയും അത് ചുറ്റിത്തിരിഞ്ഞു വരും. അതാണ് യുഗപരിവർത്തനം എന്ന് പറയും. ചതുര്യുഗങ്ങൾ. അപ്പോൾ കലിയുഗം കഴിഞ്ഞാൽ പിന്നെയും കൃതയുഗം വരും, പിന്നെ ത്രേതായുഗമായി, പിന്നെ ദ്വാപരയുഗമായി, കലിയുഗമായി, പിന്നെയും കൃതയുഗമായി, ത്രേതായുഗമായി, ദ്വാപരയുഗമായി. അപ്പോൾ ഇത് സാധാരണ ഈ 5000 വർഷം എന്നുള്ള തെറ്റാണെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെയും അത് ചുറ്റിത്തിരിഞ്ഞു വരും. മൂന്നാമത്തെ പരിവർത്തനത്തിൽ ദ്വാപരയുഗം ആരംഭിച്ചപ്പോൾ ഉപരിചരൻ എന്നുകൂടെ പേരുള്ള വസുവെന്ന രാജാവിൻ്റെ പുത്രിയായതിനാൽ വാസവി എന്നുകൂടെ പേരുള്ള സത്യവതിയിൽ, എന്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല, സത്യവതിയിൽ പരാശര മുനിയിൽ നിന്ന് വിഷ്ണുവിൻ്റെ അംശമായിട്ട് യോഗിയായ വ്യാസർ അവതരിച്ചു. അപ്പോൾ ഈ ഭാഗവതം 5000 വർഷമായി എന്ന് പറഞ്ഞത് ഇത് വായിച്ച് അർത്ഥം അറിയാത്തവരാ. മൂന്നാമത്തെ ചതുര്യുഗത്തിൽ, ഇപ്പം എത്രാമത്തെ ചതുര്യുഗം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, ഗൂഗിളിൽ ചോദിച്ചാൽ പറയും. ഞാൻ അപകടമായിട്ടൊന്നും പറയില്ല, എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, മനസ്സിലായില്ലേ. പക്ഷേ അവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതാണ്. അപ്പോൾ ആ പരാശര മുനിയിൽ നിന്ന് വിഷ്ണുവിൻ്റെ അംശമായിട്ട് യോഗിയായ വ്യാസർ അവതരിച്ചു എന്ന് പറഞ്ഞു. 15ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സ കഥാചിൽ സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. സ കഥാചിൽ സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചി, നട തുറന്നു കിട്ടുക. വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. അവൻ ഒരു നാൾ, പരാശര മഹർഷി ഒരു ദിവസം സൂര്യമണ്ഡലം, അതായത് സൂര്യൻ ഉദിച്ചപ്പോൾ സരസ്വതി നദിയുടെ ജലത്തെ ഉപസ്പർശിപ്പിക്കുക എന്നിട്ട് തൊട്ട് വന്നിക്കുക. വെള്ളം ഇങ്ങനെ തൊട്ട് 3 പ്രാവശ്യമൊക്കെ കുടിച്ചു എന്നുള്ള അർത്ഥമായി. പിന്നെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ മുഖം കഴുകിയെന്നായി. എന്നിട്ട് സൂര്യനെ തൊഴുക. അപ്പോൾ ജലത്തെ ഉപസ്പൃശിച്ചിട്ട് ശുദ്ധനായി ജനസഞ്ചാരമില്ലാത്ത സ്ഥാനത്തിൽ ഒരുവനായിട്ട് ഇരിക്കുകയായിരുന്നു. ആ മുനി ഞാൻ എൻ്റെ ഭാവാർത്ഥം പറയാണ്. ആ മുനി ഒരിക്കൽ സൂര്യോദയ സമയത്തിൽ സരസ്വതി നദിയിൽ സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിച്ച ശേഷം പരിശുദ്ധനായി ജനസഞ്ചാരമില്ലാത്ത ആ ദേശത്തിൽ ബദര്യാശ്രമസ്ഥാനത്തിൽ ഏകനായിട്ട് ഇരിക്കുകയായിരുന്നു. ഇനി 3 ശ്ലോകം ഒന്നായിട്ടാണ് പോവുക. പരാവരജ്ഞസ ഋഷി കാലേന അവ്യക്തരം ഹസാ യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധതാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹ്രസിതായുഷ ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദദ്യോ ഹിതമമോഘദൃഗ്. ഒന്നുകൂടി വായിക്കാം.
പരാവരജ്ഞാസ ഋഷി കാലേന അവ്യക്തരം ഹസാ യുഗധർമ്മവിധികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധതാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹൃസിതായുഷ ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദദ്യോഹിതമമോഘദൃഗ്. ഈ മൂന്നിനും കൂടിയിട്ട് ഇനി അർത്ഥം പറയാം. ആദ്യം വാക്കർത്ഥം പറയാം. കഴിഞ്ഞതും വരാനുള്ളതും അറിയുന്ന ആ ഋഷി അസ്പഷ്ടമായ വേഗത്തോടുകൂടിയ കാലത്താൽ ഭൂമിയിൽ യുഗം തോറും പ്രാപിച്ചിരിക്കുന്ന യുഗധർമ്മങ്ങളുടെ സങ്കരത്തെ എന്ന് പറഞ്ഞാൽ യോജിപ്പ്, അതായത് ഒന്നിനോട് വിട്ടു നിൽക്കേണ്ടതിന് പകരം കൂടി കുഴയുക, അതാണ് സങ്കരത്തെ കണ്ടിട്ട് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളുടെ കാലകൃതമായ ശക്തികളുടെ ചുരുക്കത്തെയും ജനങ്ങൾ ശ്രദ്ധയില്ലാത്തവരും ബലമില്ലാത്തവരും ബുദ്ധി കുറഞ്ഞവരും ചുരുങ്ങിയ ആയുസ്സോട് കൂടിയവരും അല്പായുസുകളെ നടത്തും ഭാഗ്യമില്ലാത്തവരുമാണെന്ന് ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടിട്ട് വ്യർത്ഥമല്ലാത്ത ആലോചനയോടുകൂടിയ വ്യർത്ഥമല്ലാത്ത ആലോചനയോടുകൂടിയ വ്യാസര് സകല വർണ്ണാശ്രമങ്ങൾക്കും ഹിതമായതിനെ ധ്യാനിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, സർവവർണ്ണാശ്രമങ്ങൾക്കും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര ഇത് നമ്മൾ വിട്ടുപോയി. നമ്മളെ ബുദ്ധവിചാരം ബ്രാഹ്മണർക്ക് മാറ്റം ഉള്ള അങ്ങനെയല്ല, അത് അവർ പറയും വിവരമില്ലാത്തത് കൊണ്ട്. പ്രശ്നമുണ്ടോ? അപ്പോൾ സകല വർണ്ണാശ്രമങ്ങൾക്കും ഹിതമായതിനെ ധ്യാനിച്ചു, അതാണ് വിരാട് സ്വരൂപം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഏകാന്തസ്ഥാനത്തിലിരിക്കുന്ന ആ വ്യാസ മഹർഷി കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ സംഗതികളെ അറിയുന്നവനാകുന്നു. ആർക്കും അറിയുവാൻ കഴിയാത്ത ഗതിവേഗത്തോടു കൂടിയ കാലം നിമിത്തം, അല്ലേ? കാലഗതി ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അടുത്ത നിമിഷം എന്താ സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ലല്ലോ. വലിയ വീര്യവാദം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം നിമിത്തം യുഗം തോറും ധർമ്മം വ്യത്യാസപ്പെട്ടു വരുന്നു. ഭൂതങ്ങളുടെ സമ്മേളനം നിമിത്തം ഉണ്ടായിട്ടുള്ള പ്രാണികൾക്കൊക്കെ ദേഹബലം കുറഞ്ഞു വരുന്നു. അതായത് അനാദികാലം മുതൽക്ക് പഞ്ചഭൂതങ്ങളെ കൊണ്ടും അതിൻ്റെ തന്മാത്രകളെ കൊണ്ടും സൃഷ്ടിച്ചു വരുന്നതായ ഈ ശരീരത്തിന് ആയുസ് കുറഞ്ഞു വരുന്നു. അതിനും കാരണം കാലം തന്നെ. എല്ലാറ്റിനും കാലാഹി, കാലമാകുന്ന സർപ്പം എന്നൊക്കെ അർത്ഥം പറയും. ജനങ്ങൾക്ക് വേണ്ടുന്ന വിഷയങ്ങളിൽ ശ്രദ്ധയില്ല. ഈശ്വരോപാസന ചെയ്യാണ് വേണ്ടത്, അത് ചെയ്യില്ല. മനോബലമില്ല, ബുദ്ധിശക്തിയില്ല, ആയുസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അതാണല്ലോ സംഭവിക്കണത്. ഭാഗ്യവും കുറവ് തന്നെ. എന്താ? പുണ്യം നേടിയാലല്ലേ ഭാഗ്യം ഉണ്ടാവുള്ളൂ. കുറവ് തന്നെ. എന്നീ ദോഷങ്ങൾ ലോകത്തിൽ വ്യാപിക്കുന്നതിനെ കണ്ടറിഞ്ഞ ആ വ്യാസമുനി ദിവ്യമായ അറിവാകുന്ന കണ്ണുകൊണ്ട് സർവവർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതമായ കാര്യം എന്താണെന്ന് അതിനെക്കുറിച്ച് ധ്യാനിച്ചു. ആ ഋഷിയുടെ കാഴ്ച വ്യർത്ഥമാകുകയില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്താണ് ഭാഗവതം എന്നറിയാണ്ട് ഇരുട്ടത്ത് തപ്പാണ്, അല്ലേ? 19ാമത്തെ ശ്ലോകം. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാധ്യജ്ഞസന്തത്യൈ വേദം ഏകം ചതുർവിധം. ഒരു വേദത്തിനെ 4 വിഭജിച്ചു എന്നാ, അല്ലാണ്ട് 4 വേദങ്ങളെ സൃഷ്ടിച്ചു എന്നല്ല. അതവിടെ അർത്ഥവ്യത്യാസം വരും. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാധ്യജ്ഞസന്തത്യൈ വേദം ഏകം ചതുർവിധം. അവിടെ പ്രിൻറ്റിങ് എന്താ? വേദമേകം നാം. അതിന് അർത്ഥം വരില്ല. വേദം ഏകം ചതുർവിധം, ഏകമായിരിക്കുന്ന പരമ്പൊരുളിനെ 4 വ്യാഖ്യാനിച്ചു. കേട്ടോ? ജനങ്ങൾക്ക് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന 4 പേരാൽ നിവർത്തിക്കപ്പെടേണ്ടതായ കർമ്മം ശുദ്ധികരമെന്ന് കണ്ടിട്ട് യാഗത്തിൻ്റെ സന്തതസ്ഥിതിക്കായി കൊണ്ട് ഒന്നായിരിക്കുന്ന വേദത്തെ 4 വിധമായിട്ട്
വിഭജിച്ചു. അതാണ് വ്യാസർ എന്നുള്ള പേരും വരാൻ കാരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ബ്രഹ്മാവ്, ഹോതാവ്, അദ്വര്യു, അഗ്നീന്ദ്രൻ എന്നു പേരുള്ള 4 പേർ കൂടി, ഋത്വിക്കുകളാണ് ഇവർ 4 നടത്തേണ്ടതാകയാൽ ചാതുർഹോത്രം എന്നു പേരുള്ള വേദോക്തമായ കർമ്മം ജനങ്ങളെ പരിശുദ്ധന്മാരാക്കി തീർക്കും എന്ന ജ്ഞാനദൃഷ്ടി കൊണ്ട് വ്യാസമുനി ഒന്നായിരിക്കുന്ന വേദത്തെ 4 വിഭജിച്ചു. അതൊന്നും നമുക്കറിയില്ല. നമ്മളതൊക്കെ പഴഞ്ചനാന്ന് പറഞ്ഞിട്ട് വേണ്ട വെച്ചു. എന്നിട്ട് പുതിയ സംസ്കാരം കടിച്ച് വലിക്കുക കുടിക്കുക, കടിച്ച് വലിക്കുക കുടിക്കുക. അവിടെ നമുക്ക് തെറ്റുപറ്റി. ആയുർവേദത്തിനോട് മടുപ്പ് തോന്നിയപ്പോൾ തുടങ്ങി മനുഷ്യ ആയുസ്സിൻ്റെ ദുർഗതി. കാരണം ആയുസ്സുള്ളിടത്തോളം കാലം ആരോഗ്യമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ആയുർവേദത്തിൻ്റെ രഹസ്യം. അവിടെ തെറ്റി. എന്തും വാരി വലിച്ച് കഴിക്കാനായി. പഴയതും കേടുവന്നതും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും ചൂടാക്കി, അതിന് നിങ്ങൾ എന്തൊക്കെ പേര് പറയും എനിക്കറിയില്ല, ഓവൻ അല്ലേ, എന്തൊക്കെ അറിയില്ല. അപ്പം എങ്ങനെയായാലും സംഗതി മോശമാണ് അതൊക്കെ. ഞാൻ അത്രേ പറയുള്ളൂ. ഇനി അടുത്ത ശ്ലോകം 20. ഋഗ് യജു സാമ അധർവാഖ്യ. ഇവിടെ പ്രിൻ്റ് എന്താ? ഋഗ്യജു സാമാധർവാഖ്യ. അപ്പം നമുക്ക് ആശയം കിട്ടില്ല കേൾക്കണവർക്ക്. ഋഗ് യജുസ് സാമ അർത്ഥ അധർവാഖ്യ വേദാശ്ചത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഇതിഹാസ പുരാണങ്ങൾ പഞ്ചമവേദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ വേദങ്ങൾ 5 ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഋഗ് യജുസ്സാമ അധർവാഖ്യ വേദശ്ചത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. അപ്പോൾ യജുസ്, സാമം, അധർവം എന്നു പേരുകളോടുകൂടി, അതായത് ഋക്ക്, യജുസ്, സാമം, അധർവം എന്ന പേരുകളോടുകൂടിയ 4 വേദങ്ങൾ ഇതിഹാസവും പുരാണവും 5ാമത്തെ വേദം എന്ന് പറയപ്പെടുന്നു. ഒരു പ്രസ്താവനയാണത്. ഇനി അതിനെ നമ്മൾ ഭാവാർത്ഥത്തിൽ കൊണ്ടുവരുമ്പോൾ ഋക്ക്, യജുസ്, സാമം, അധർവം എന്ന പേരുകളോടുകൂടെ വേദങ്ങളെ 4 ഭാഗങ്ങളാക്കി. ഇതിഹാസം, പുരാണം എന്ന നാമങ്ങളോടുകൂടെ വേദസാരങ്ങളെ തന്നെ മറ്റൊരു സമ്പ്രദായത്തിൽ ഒന്നിനെ തന്നെ പലവിധം പറയാം. അതാണ് വിപ്രാ ബഹുതാ പ്രവന്തി. വിദ്വാൻമാർ, വിപ്രന്മാർ ഒന്നിനെ പല രൂപത്തിലും പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടവർ വേണ്ട മാതിരി മനസ്സിലാക്കുക. അപ്പോൾ വേദസാരങ്ങളെ തന്നെ മറ്റൊരു സമ്പ്രദായത്തിൽ പറയുന്നത് കൊണ്ട് ആ വിഭാഗത്തെ 5ാമത്തെ വേദം എന്ന് പറയുന്നു. അതായത് ഇതിഹാസങ്ങളും പുരാണങ്ങളും കൂടിയിട്ട് പഞ്ചമവേദം എന്ന് പറയും. 21ാമത്തെ ശ്ലോകം എന്താണ്? തത്ര ഋഗ്വേദതര പൈല സാമഗോ ജൈമിനി കവി വൈശംഭായനയേ വൈകോ നിഷ്ണാദോ യജുഷാമുദ. തത്ര ഋഗ്വേദതര പൈല സാമഗ്രോ സാമഗോ സാമവേദം സാമഗോ ജൈമിനി കവി വൈശംഭായനയേ വൈകോ നിഷ്ണാദോ യജുഷാമുദ. അതിനർത്ഥം പറയാം, അതിൽ ഋഗ്വേദത്തെ ധരിച്ചവൻ പൈല മഹർഷി, സാമഗാനം ചെയ്യുന്നവൻ ജൈമിനി, അതായത് ദൂരദർശനമുള്ള ജൈമിനി എന്ന് പറയണം. പിന്നെ യജുർവേദത്തിൽ മുങ്ങിയവനാരാ? വൈശംപായൻ. ഏവ ഒരുവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 4 ഭാഗങ്ങളെ ഓരോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിൽ പൈലൻ എന്ന ശിഷ്യൻ ഋഗ്വേദത്തെയും അതിവിദ്വാനായ ജൈമിനി സാമവേദത്തെയും വൈശംപായനൻ രജുർവേദത്തെയും അഭ്യസിച്ചു. അഥർവവേദം അവർ പറഞ്ഞിട്ടില്ല. അഥർവ അങ്കിരസാമാസീത് സുമന്തുർദാരുണോ മുനി ഇതിഹാസ പുരാണാനാം പിതാമേ രോമഹർഷണാം. അഥർവ അങ്കിരസാം ആസീത്
സുമന്തുർദാരുണോ മുനി ഇതിഹാസപുരാണാം പിതാമീ രോമഹർഷണാം. അപ്പോൾ നാലാമത്തെ അഥർവവേദത്തെ പറ്റി പറയണു. അഥർവം അംഗരസ്സുകൾ ഇവയ്ക്ക് ഭയങ്കരനായ സുമന്തുവെന്ന മുനി ഭവിച്ചു. ഇതിഹാസ പുരാണങ്ങൾ ഇവയ്ക്ക് എൻ്റെ അച്ഛൻ രോമഹർഷണൻ. അതായത് അഥർവവേദത്തിന് അങ്കിരസ്. പിന്നെ പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും കൂടി എൻ്റെ അച്ഛൻ രോമഹർഷണനെ പഠിപ്പിച്ചു. അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. അഥർവവേദത്തിൽ ആഭിചാരം മുതലായ ക്രൂരകർമ്മങ്ങളെപ്പറ്റി പറയുന്നു. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എപ്പോഴും സാത്വികമായിട്ടുള്ള കാര്യങ്ങളെ മനുഷ്യൻ ചെയ്യാവൂ. അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം. അതുകൊണ്ട് ത്രിദണ്ഡി 3 ഈ വേദങ്ങളെ അതിനെ പറയുള്ളൂ. നാലാമത്തത് പറയില്ല. കാരണം നാലാമത്തതിൽ പല നല്ല മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ബഹുഭൂരിപക്ഷം മന്ത്രങ്ങളും ആഭിചാരം മുതലായ ക്രൂരകർമ്മങ്ങളെപ്പറ്റി പറയുന്നു. അത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് പഠിച്ചാൽ നമ്മൾക്ക് ഉദ്ദിഷ്ട സ്ഥാനമായ മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തെ ക്രൂരനായ സുമന്തുവെന്ന മുനി പഠിച്ചു. അപ്പോൾ മുനിമാരിലും ഉത്തമം, താമസം, അധമൊക്കെ ഉണ്ട്. ഇതിഹാസ പുരാണങ്ങളെ എൻ്റെ പിതാവായ രോമഹർഷണനും പഠിച്ചു. ഇനി അടുത്ത ശ്ലോകം 23. തയേത ഋഷയോ വേദം സ്വം വ്യസ്യന്നനേകഥാ ശിഷ്യൈ പ്രശിഷ്യൈ തശിഷ്യൈർവേദാസ്തേ ശാഖിനോ അഭവൻ. തയേത ഋഷയോ വേദം സ്വം വ്യസ്യന്നനേകഥാ ശിഷ്യൈ പ്രശിഷ്യൈ തശിഷ്യൈർവേദാസ്തേ ശാഖിനോ അഭവൻ. അതിനെന്താർത്ഥം? ഈ ഋഷികൾ, അത് പറഞ്ഞ ഇതിൻ്റെ മുമ്പേ പറഞ്ഞിട്ടുള്ള 5 ആൾക്കാരേനെയും സ്വംസം വേദം അവരവരുടെ വേദത്തെ അനേക വിധത്തിൽ വിഭജിച്ചു. വ്യാസർ ചെയ്തതിനെ പിന്നെയും വിസ്തരിച്ചു. അവർ ശിഷ്യന്മാരാലും അവരുടെ ശിഷ്യന്മാരാലും അവരുടെ ശിഷ്യന്മാരാലും 4 ജനറേഷൻ. ശിഷ്യൻ, ശിഷ്യൻ്റെ ശിഷ്യൻ, ശിഷ്യൻ്റെ ശിഷ്യൻ്റെ ശിഷ്യരെ, ശിഷ്യൻ്റെ 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 ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാരാലും ആ വേദങ്ങൾ ശാഖികളായിട്ട് ഭവിച്ചു. അനേകം ശാഖകളായിട്ട് ഭവിച്ചു. അതന്നെ ഭാവാർത്ഥത്തിൽ പറയുന്നു. ആ ഋഷികൾ അവരവർ പഠിച്ച വേദങ്ങളെ പിന്നെയും അനേകമായി വിഭജിച്ചു. ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ, അവരുടെയും ശിഷ്യന്മാർ, ഇങ്ങനെ പരമ്പരയായിട്ട് പഠിക്കുകയും ചെയ്തതിനാൽ ആ വേദങ്ങൾ ബഹുശാഖകളുള്ളവയായി തീർന്നു. എത്ര ശാഖകളത് പറയാൻ പറ്റില്ല. ബഹുശാഖകളായിട്ട് മാറി. 24ാമത്തെ ശ്ലോകം. തയേവ വേദാ ദുർമേധൈർധാര്യന്തേ പുരുഷൈരഥാ ഏവം ചകാര ഭഗവാൻ വ്യാസ കൃപണവത്സല. കൃപ അതായത് കൃതജ്ഞത ഉണ്ടാവണം അല്ലേ? അല്ലെങ്കിൽ കൃതജ്ഞന്മാരായിത്തീരും. അത് അപശകുനാണ്. അതായത് ശാന്തം എന്നുള്ള പദവിയിൽ നിന്ന് അശാന്തം എന്നുള്ള പദവിയിലേക്ക് നമ്മൾ പോകും. അത് പാടില്ല. തയേവ വേദാ ദുർമേധൈർധാര്യന്തേ പുരുഷൈരഥാ ഏവം ചകാര ഭഗവാൻ വ്യാസ കൃപണവത്സല. അപ്പോൾ ആ വേദങ്ങൾ തന്നെ ബുദ്ധി കുറഞ്ഞ പുരുഷന്മാരാൽ എങ്ങനെ ധരിക്കപ്പെടുമോ? നോക്കൂ, ഇവിടെ ഭയങ്കര തമാശുണ്ട്. അർഹിക്കുന്ന ബുദ്ധിയോടുകൂടി വേദങ്ങളെ കാണുന്നതും അല്പബുദ്ധികൾ ഈ വേദങ്ങളെ മനസ്സിലാക്കണം കൂടിയിട്ട് വ്യത്യാസമുണ്ട്. അതാണ് ദീനരിൽ സ്നേഹമുള്ള ഭഗവാനായ വ്യാസർ ഇങ്ങനെ ചെയ്തു അല്ലേ? അതായത് എല്ലാവർക്കും ഒരേ റാങ്ക് അല്ലല്ലോ കിട്ടുക. ഒരു മഹർഷി അനേകം ശിഷ്യന്മാർക്ക് വേദങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിൽ ടോപ്പിൽ വേദം നന്നായി മനസ്സിലാക്കുന്ന ആൾക്കാർ, താരതമ്യേന കുറഞ്ഞ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായി? അർത്ഥങ്ങൾക്ക് വ്യാപ്തി കുറയും. അപ്പോൾ അതാണ് ഇനി പറയണത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു.
വേദവിഭാഗത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി പറയണു. അതിമേധാവികളായവർക്ക് മാത്രം ധരിപ്പാൻ സാധിച്ചിരുന്ന ആ വേദങ്ങൾ അതിമേധാവികളെ അതായത് ഈ എന്താണ് പറയുക, ഭാഷ സൗകുമാര്യം അതിമേധാവികളായവർക്ക് മാത്രം ധരിപ്പാൻ സാധിച്ചിരുന്ന ആ വേദങ്ങൾ ബുദ്ധി കുറഞ്ഞ പുരുഷന്മാർക്ക് ധരിപ്പാൻ തക്ക വിധം ദുഃഖികളിൽ കരുണയോടുകൂടിയ ഭഗവാൻ. അപ്പോൾ വേദങ്ങളെ പുരാണവൽക്കരിക്കുന്നത് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഭാഷാ വൈദഗ്ധ്യം ഇല്ലാത്തവരനെ കൂടി ഉത്തമ ശ്രേണിയിലേക്ക് പിടിച്ചു കയറ്റാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? അതിനെ കുറച്ച് ഡൈലൂട്ട് ചെയ്തു. അതിൽ ഡൈലൂട്ട് ചെയ്തപ്പോഴും ഉപദേശങ്ങൾക്ക് കമ്മില്ല. ആ ഉപദേശങ്ങളെ യഥാവിധി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തക്കവിധം ദുഃഖങ്ങളിൽ കരുണയോടുകൂടിയ ഭഗവാൻ വ്യാസമുനി ഇപ്രകാരം ശാഖോപശാഖകളാക്കി വിഭജിച്ചു. വേദമാകുന്ന മഹാവൃക്ഷത്തിന് അനേകം ശാഖകളെ ഭഗവാൻ വ്യാസമുനി കൽപ്പിച്ചുണ്ടാക്കി. ആ വ്യാസമുനിയൊക്കെ നമ്മൾ ചാരിതാർത്ഥ്യത്തോടുകൂടി സ്മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വ്യാസപീഠത്തെ ബഹുമാനിക്കണം, വ്യാസമുനീനെ ബഹുമാനിക്കണം. വ്യാസപൂർണിമയ്ക്ക് ഉള്ള പ്രധാനം നമ്മൾ മനസ്സിലാക്കണം. ശരിക്ക് അഷ്ടമിരോഹിണിക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ വ്യാസപൂർണിമ ദിവസം ഒരു 3 ദിവസമെങ്കിലും അഖണ്ഡനാമം ചെയ്യണം. എന്തിന്? നാമത്തിൽ കൂടി വേണം നാമിയുടെ ഗുണഗണങ്ങൾ ശിഷ്യന്മാരിലേക്ക് എത്താൻ. അപ്പോൾ സ്വയം നാമോച്ചാരണം ചെയ്യാത്തവരെ ഘോരമായ പാപങ്ങൾ ചെയ്യണമെന്നാണ് പറയാം. ആർക്കും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ഉള്ള നാമം കലിസന്ധരണ ഉപനിഷത്തിനെ ഭക്തിപൂർവം ഭജിക്കാൻ സാധിക്കാതെ കണ്ടുവരുന്നത് ഒരു അപാകതയാണ് എന്നെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി 25ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സ്ത്രീ ശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചരാ കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേത് ഇഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാകൃതം. 3 വരി ശ്ലോകമാണത്. സ്ത്രീ ശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചരാ കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാം കൃതം. അപ്പോൾ വേദവ്യാസർ എന്തിനാണ് മഹാഭാരതം എഴുതിയത് എന്നാണ് പറയണത്. സ്ത്രീകളെ ശൂദ്രന്മാർ ബ്രാഹ്മണരിൽ താണവർ ഇവർക്ക്, ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ബ്രഹ്മണ്യം ഉള്ളവരെന്നർത്ഥം. ബ്രഹ്മണ്യം ഇല്ലാത്തവരെന്നെയാണ് എന്ത് പറയണത്? സ്ത്രീകളെന്നും ശൂദ്രന്മാരെന്നും. അവരാരാ? ബ്രാഹ്മണന്മാരുടെ ദ്വിജബന്ധൂനാം. അപ്പോൾ ബ്രാഹ്മണന്മാർക്ക് ബന്ധുക്കളാണ് ഇവർ. അത് ഇന്നത്തെ ആൾക്കാർ കൂട്ടാക്കണില്ല. ശൂദ്രന്മാരേനെയും സ്ത്രീകളേനെയും അടിച്ചുതളിക്കാരായിട്ട് വില കുറഞ്ഞവരായിട്ട് കാണുകയാണ്. ബന്ധുക്കളെ കാണേണ്ട കൂട്ടത്തിൽ കാണണം എന്നുള്ളത് എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? സ്ത്രീകളെയും ശൂദ്രരെയും ബ്രാഹ്മണർ ബന്ധുക്കളായി കാണണം. ഹരിദാസ്, യുവർ അറ്റൻഷൻ പ്ലീസ്. സ്ത്രീകൾ ശൂദ്രന്മാർ ബ്രാഹ്മണരിൽ താണവർ ഇവർക്ക് വേദം കേൾപ്പാൻ പാടില്ല. കർമ്മരൂപമായ ശ്രേയസ്സിൽ അറിവില്ലാത്തവർക്ക്, കർമ്മരൂപമായ ശ്രേയസ് അറിവില്ലാത്തവർക്ക് ഈ ലോകത്തിൻ്റെ ശ്രേയസ് ഇപ്രകാരം ഭവിക്കും എന്നോർത്തിട്ട് ഭാരതം എന്ന കഥ മുനിയാൽ ഉണ്ടാക്കപ്പെട്ടു. എന്നാൽ സ്ത്രീകളും ശൂദ്രന്മാരും മഹാഭാരതം വായിച്ചുവോ? ഇല്ല. അത് ഭയങ്കര തെറ്റ്. 1,25,000 ശ്ലോകങ്ങൾ. അതിൽ കഷ്ടി ഒരു 5ാമത്തെ വോള്യം ഒരു 1000
1400 ശ്ലോകങ്ങളോളം നാലാമത്തെ വോള്യത്തിൻ്റെ അവസാനം ഒരു 200 ശ്ലോകവും 5-ാമത്തെ വോള്യം മുഴുവനും ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അതിന് എന്താ പറയുക, അനുശാസന പർവ്വം എന്നാ, അനുശാസിക്കുക. ആ അനുശാസനം ഇല്ലാത്ത പോരായ്മയാണ് നമ്മുടെ സഹോദരന്മാരൊക്കെ അനുഭവിക്കുന്നത്. പറഞ്ഞോ ശരി. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സ്ത്രീകളെ ശൂദ്രന്മാർ, ബ്രാഹ്മണരിൽ അധമന്മാരായവർ, ഇവർക്ക് വേദം കേട്ട് ധരിച്ച് അതിൽ പറയുന്ന സാരം മനസ്സിലാക്കി ശ്രേയസ്കരമായ വിധത്തിൽ പ്രവർത്തിപ്പാൻ ഇനിയും പ്രയാസമാണെന്നും ഉന്നതിയെ വരുത്തുന്ന കർമ്മമാർഗത്തിൽ വേണ്ട വിധം അറിവില്ലാത്ത അവരെ ഇങ്ങനെ അനുഗ്രഹിക്കാമെന്നും ഉറച്ച കരുണാനിധിയായ മുനി വേദസാരം അടങ്ങിയ ഭാരതം എന്ന ആഖ്യാനത്തെ നിർമ്മിച്ചു. അപ്പോൾ ബ്രാഹ്മണരുടെ ഒപ്പം എത്തി നമ്മൾ. പക്ഷേ ഭാഗവതം പഠിക്കാത്തത് കാരണം, മഹാഭാരതം പഠിക്കാത്തത് കാരണം നമ്മൾ പിന്നെയും ദാസാനുദാസന്മാരായിപ്പോയി. അവർ പറഞ്ഞത് കേൾക്കുക. അന്നം വേണോ, ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ദ്വിജബന്ധു എന്ന പദം ക്ഷത്രിയ വൈശ്യവർണ്ണങ്ങളെ ഉദ്ദേശിച്ചുമാകാം. അപ്പോൾ ദ്വിജബന്ധുക്കൾ ശൂദ്രരാണ് എന്നുള്ളത് വേദങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി അവരെ ബഹുമാനിക്കാൻ നമുക്കും, അതായത് ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും, അവർ നമ്മുടെ ബന്ധുക്കളാണെന്ന ആത്മാഭിമാനത്തോടു കൂടി അവരുടെ താല്പര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥന്മാരാണ് എന്ന് ബ്രാഹ്മണർ മനസ്സിലാക്കാത്തത് ഒരപായമായിട്ട് എന്താ പറയുക, അപചയം ആയിട്ട് മാറി. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പറയാം? സ്ത്രീകളെ ശൂദ്രന്മാർ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് 26-ാമത്തെ ശ്ലോകം. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസിദ്ദുജാഃ സർവാത്മകേനാഭിയതാ ന അതുഷ്യദ്ഹൃദയം തഥാ. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസിദ്ദുജാഃ സർവാത്മകേനാഭിയതാ ന അതുഷ്യഹൃദയം തഥാ. ഹേ ദുജന്മാരെ, സല്യൂട്ടേഷനാണ്. ഇപ്രകാരം എപ്പോഴും പ്രാണികളുടെ ശ്രേയസ്സിൽ എല്ലാ കർമ്മം കൊണ്ടും പ്രവർത്തിച്ചിരിക്കുന്ന വ്യാസരുടെ ഹൃദയം എപ്പോൾ സന്തോഷിച്ചില്ലയോ? എപ്പോൾ സന്തോഷിച്ചില്ല? വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നർത്ഥം. അതിൻ്റെ ഇതാരാ പറഞ്ഞത്? സൂതർ ശൗനകാദികളോട് പറയാ, ഹേ ബ്രാഹ്മണരെ എന്ന സല്യൂട്ടേഷനെ, ഹേ ബ്രാഹ്മണരെ ഇപ്രകാരം. അപ്പോൾ ബ്രാഹ്മണരുടെ സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടും ശരീരം കറുത്തു, മാംസം ഉണങ്ങി, എല്ലും കോലായിട്ട് ഇങ്ങനെ നിൽക്കണവർ. അപ്പോഴാണ് ഈ ഭാഗവതം ഉപാസിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹേ ബ്രാഹ്മണരെ ഇപ്രകാരം എപ്പോഴും ജനസമുദായത്തിൻ്റെ ഉത്ഗതിക്കുള്ള മാർഗത്തെ കാട്ടിക്കൊടുക്കുന്നതായ ഹിതവിഷയത്തിൽ പ്രീതികരമായിട്ട് ജീവിക്കാം. മനോവാക്ക് കർമ്മങ്ങളെയും മനസ്സ് വാക്ക് കർമ്മങ്ങളെയും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാസരുടെ ഹൃദയം വേണ്ട വിധം പ്രസാദിച്ചില്ല എന്നായി. 27-ാമത്തെ ശ്ലോകം. ന അതിപ്രസീദൃഹൃദയ സരസ്വത്യാസ്തടേഷു ചോ വിതർക്കയൻ വിവിക്തസ്ത ഇദം പ്രോവാചധർമ്മവിത്. ന അതിപ്രസീദൃഹൃദയ സരസ്വത്യാസ്തടേഷു ചോ വിതർക്കയൻ വിവിക്തസ്ത ഇദം പ്രോവാചധർമ്മവിത്. അതിനർത്ഥം അത്യന്തം പ്രസാദിക്കാത്ത മനസ്സോടുകൂടിയവനായി മനസ്സ് പ്രസാദിക്കണം. അപ്പോൾ അത്യന്തം പ്രസാദിക്കാത്ത മനസ്സോടുകൂടിയവനായിട്ട് ശുദ്ധമായ സരസ്വതി നദിയുടെ തീരത്തിൽ ഏകാന്തതയിൽ ഇരിക്കുന്നവനും ആലോചിക്കുന്നവനുമായ ധർമ്മത്തെ അറിയുന്ന മുനി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? അതിൻ്റെ അർത്ഥം പറയാം.
ഹൃദയം നന്നായി പ്രസാദിക്കാതിരിക്കുന്നതിന് കാരണമെന്തെന്ന് ആലോചിച്ചു എന്നാ. ഹൃദയം നന്നായി പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരീയ മാർഗത്തിനെ പ്രതിപാദിക്കണം. ഈശ്വരീയമായ മാർഗം ഇല്ലാതെ കണ്ടായാൽ, അതായത് കുടുംബം, ഐദർ സ്പൗസ്, കുട്ടികൾ, ധനം, വീട് എന്നുള്ള കാര്യത്തിൽ ലൗകികത എന്നാണ് പറയുക, മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് പറയും. അപ്പോൾ ലൗകികതയിൽ മാത്രം കുടുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടി, മുഖം പ്രസാദമായി തോന്നണമെന്നുണ്ടെങ്കിൽ മനസ്സ് നന്നാവണം. അപ്പോൾ മനസ്സ് നന്നാവണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ പ്രീതികരമായിട്ട് മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പോക്കാണ്, നടക്കില്ല. അപ്പോൾ അതിന് കാരണമെന്തെന്ന് ആലോചിച്ചുകൊണ്ട് പരിശുദ്ധമായ നദിയുടെ തീരത്തിൽ ഏകാന്തത്തിൽ ഇരിക്കുന്ന ധർമ്മജ്ഞനായ മഹർഷി ഇങ്ങനെ വിചാരിച്ചു. എങ്ങനെ വിചാരിച്ചു? അതാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ധൃതവ്രതേന ഹിമയാ ചന്ദാംശി ഗുരുവോ അഗ്നയ മാനിതാ നിർവ്യളീകേന ഗൃഹീതം ച അനുശാസനം. അനുശാസനം ഇല്ലാതെ കണ്ടായി. അനുശാസനം വേണമെങ്കിൽ ടിപ്പ് ഓഫ് ദി സ്റ്റിക്ക് നമുക്ക് ആരെയും അനുശാസിക്കാൻ പറ്റില്ല. പ്രേമത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. വടി കൊണ്ട് അടികൊള്ളുന്നു പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കണതും കൂടി വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വാക്കാർത്ഥം പറഞ്ഞത് എങ്ങനെയാണ്? വ്രതത്തെ ധരിച്ചിരിക്കുന്ന എന്നാൽ വേദങ്ങളും ഗുരുക്കന്മാരും അഗ്നികളും വ്യാജം കൂടാതെ. എന്താ വ്യാജം കൂടാതെ എന്ന് പറഞ്ഞാൽ? കലർപ്പില്ലാണ്ട് എന്നർത്ഥം. ശുദ്ധ താല്പര്യത്തോടു കൂടി പൂജിതങ്ങളായി, പൂജിക്കപ്പെട്ടതായി കൽപ്പന, അനുശാസനം എന്ന് പറഞ്ഞ കൽപ്പനകളാണ്. അനുശാസനം എന്ന് പറഞ്ഞ കൽപ്പനകൾ. എന്താ കൽപ്പനകളെന്ന് പറഞ്ഞാൽ? ആദർശങ്ങൾ. 1 വോള്യം കഷ്ടി അല്ലേ? 4ാമത്തെ വോള്യത്തിൻ്റെ അവസാനത്തെ ഒരു 200 പേജും 5ാം വോള്യം മുഴുവനും അനുശാസന പർവ്വം, കൽപ്പനകളാണ്. ഈ കൽപ്പനകൾ, ഭഗവാന്റെ കൽപ്പനകൾ കേൾക്കാണ്ടിരുന്നാൽ എന്താ ഉണ്ടാവുക? ഇന്നത്തെ കൂട്ടത്തിലുണ്ടാവും. ഇന്നിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞാനൊന്നും പറയുന്നില്ല. ഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മചര്യത്തെ ദീക്ഷിച്ചിരിക്കുന്ന ഞാൻ വേദങ്ങൾ, ഗുരുക്കന്മാർ, അഗ്നികൾ ഇവയെ കപടം കൂടാതെ പൂജിച്ചിരിക്കുന്നു. എന്നിട്ടും ഗുരുഭൂതന്മാരുടെ ആജ്ഞയെ ഒട്ടും അതിക്രമിക്കാതെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷം തോന്നാത്തത്? നോക്കൂ, ഈ അനുശാസനം എന്നുള്ളത് ഭഗവാന്റെ കൽപ്പനകളെ ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രശ്നയോ? അടുത്ത ശ്ലോകം 29. ഈ 4ാമത്തെ ഇത് ഞാൻ ഇന്ന് കഴിക്കും. കാരണം അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ആരിൽ നിന്ന്? എൻ്റെ അന്തര്യാമിയിൽ നിന്ന്. അവിടേക്ക് എത്തി ഞാൻ. അതായത് 33 ശ്ലോകമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 29 4 ശ്ലോകങ്ങളും കൂടി. ഇതിൽ വലിയ പറയാനൊന്നുമില്ല. അതായത് പിന്നെ വേദാന്തമില്ല. അതുകൊണ്ടാണ് ഓടിപ്പോണത് കേട്ടോ. അപ്പം 29ാമത്തെ ശ്ലോകം. ഭാരതവ്യപദേശേന ഹി ആത്മനായ അർത്ഥശ്ചദർശിതാം ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുത ഭാരതവ്യപദേശേന ഹി ആംനായ അർത്ഥശ്ചദർശിത. അത് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് വായിച്ചു തരാം. ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുതാം. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഭാരതവ്യപദേശേന ഹി ആപ്നായ അർത്ഥശ്ചദർശിതാം ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുത. ഭാരതം എന്ന പേരോടുകൂടെ വേദാർത്ഥം പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്തു. യാതൊന്നിൽ സ്ത്രീശൂദ്രാദികളാൽ ധർമ്മം മുതലായത് ദർശിക്കപ്പെടുന്നു. ഭാരതം പഠിച്ചാൽ വേദം പഠിച്ച കൂട്ടത്തിലായി. അനുശാസനങ്ങൾ, ഭഗവാന്റെ കൽപ്പനകൾ നമ്മൾ പഠിച്ചാൽ നമ്മൾ വേദജ്ഞന്മാരായി. അപ്പോൾ
പൂണൂലില്ല, ആഢ്യത്തരയില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ മനസ്സിലായില്ലേ? അപ്പോൾ വേദം അറിവാൻ സാധിക്കാത്തവരായ സ്ത്രീകൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. വേദം അറിയാൻ സാധിക്കാത്തവരായ സ്ത്രീകൾ, ശൂദ്ര, ബ്രാഹ്മണാധമന്മാർ, അതായത് ബ്രാഹ്മണരിൽ നിന്ന് അധമന്മാരെന്ന് പറഞ്ഞാൽ പിന്നെന്തായി, പിന്നെ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും, ഇവർക്ക് ധർമാദി പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപം നന്നായി അറിവാൻ വേണ്ടി ധർമ്മം അർത്ഥം കാമം മോക്ഷം, അതാണ് ധർമാദി പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപം നന്നായി അറിവാൻ വേണ്ടി ഭാരതം എന്ന ആഖ്യാനത്തിൽ വേദസാരത്തെ നന്നായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന് സന്തോഷം കിട്ടിയില്ല. 30ാമത്തെ ശ്ലോകം. അധാഭിബതമേ ദേഹ്യോ ഹി ആത്മാ ചൈവാത്മനാ വിഭൂ അസമ്പന്ന ഇവാഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമാം. അധാഭിബതമേ ദേഹ്യോ ഹി ആത്മാ ച ഏവാത്മനാ വിഭൂ അസമ്പന്ന ഇവാഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമാം. എങ്കിലും എൻ്റെ ദേഹത്തിൽ വസിക്കുന്ന ആത്മാവ്, ഇതാരാ പറഞ്ഞത്? വ്യാസമഹർഷി. എൻ്റെ ദേഹത്തിൽ വസിക്കുന്ന ആത്മാവ് പരിപൂർണനും ബ്രഹ്മവർച്ചസം കൊണ്ട് ശോഭിക്കുന്നവരിൽ അതിശ്രേഷ്ഠനുമാണെങ്കിലും സ്വരൂപത്തോട് യോജിക്കാത്തവൻ എന്ന പോലെ തോന്നുന്നു. അതായത് ബ്രഹ്മസ്വരൂപത്തോട് താദാത്മ്യം പ്രാപിച്ചില്ല എന്നൊരു ശങ്ക വ്യാസർക്ക്. ഞാൻ വേണ്ടത്ര ഉത്തേജിക്കപ്പെട്ടില്ല, വേണ്ടത്ര ഉയർത്തപ്പെട്ടില്ല എന്നൊരു ശങ്ക ഉണ്ടായി. അപ്പോൾ അതിന് പിന്നെ അർത്ഥം പറയണം. അപ്രകാരമെല്ലാം ഇരുന്നിട്ടും എൻ്റെ ജീവാത്മാവ് വസ്തുതയാ പരിപൂർണനും വേദാധ്യായനം, ശ്രവണം മുതലായവ കൊണ്ടുണ്ടാകുന്ന ഉത്കർഷത്തിൽ നിന്ന് ജനിക്കുന്നതായ തേജസ് കൊണ്ട്. അപ്പോൾ ഈ തേജോമയമായി തീരണമെങ്കിൽ എന്ത് വേണം? ഉത്കർഷം വേണം. ആ ഉത്കർഷം മേലോട്ട് യാത്ര ചെയ്യണം. അതിനെങ്ങനെയാണ്? നന്നായിട്ട് വേദാധ്യായനം, ശ്രവണം മുതലായവ കൊണ്ടുണ്ടാക്കുന്ന ഉത്കർഷത്തിൽ നിന്ന് ജനിക്കുന്നതായ തേജസ് കൊണ്ട് ശോഭിക്കുന്നവരിൽ വെച്ച് അതിശ്രേഷ്ഠനായിരിക്കുമെങ്കിലും പരമാത്മാവിനോട് ഐക്യത്തെ പ്രാപിക്കാത്തവനെന്ന പോലെ അസംതൃപ്തനായിരിക്കുന്നുവല്ലോ. ഞാൻ അസംതൃപ്തനാണ്, വേണ്ട പോലെ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ പറയണോ, പിന്നെ ബ്രഹ്മവർച്ചസി അസത്തമ എന്ന് ഛേദം വരുന്ന ബ്രഹ്മവർച്ചസ്യ സത്തമ എന്ന് പാഠഭേദം. ആത്മന അസമ്പന്ന ബ്രഹ്മവർച്ചസി അസത്തമ ച ഇവ ആഭാതി എന്ന് അന്വയിക്കാം. അധാബി എന്നതുകൊണ്ട് സംപ്രയത്നങ്ങളെല്ലാം മുൻ ശ്ലോകങ്ങളിൽ ഒതുക്കി എന്ന് കരുതണം. പ്രയത്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ടത്ര ഫലം ഉണ്ടായില്ല. ഇത്രയെല്ലാം ചെയ്തിട്ടും ബ്രഹ്മസാക്ഷാത്കാരം ഇല്ലാത്തവനും ആത്മജ്ഞാനത്തിൽ സത്തമനല്ലാത്ത പോലെയും തോന്നുന്നു. അതിന് കാരണം എന്താ? അതാണ് ഇനി പറയാൻ പോണത്. 31ാമത്തെ ശ്ലോകം. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയ പരമഹംസാനാം തയേവ ഹി അച്യുത പ്രിയ. അച്യുതനെ പ്രിയമാക്കിയിട്ട് നമ്മൾ സംസാരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭവിഷ്യത്ത്. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയ പരമഹംസാനാം തയേവ ഹി അച്യുത പ്രിയ. അർത്ഥം: പരമഹംസന്മാർക്ക് പ്രിയങ്ങളായ ഭാഗവത ധർമ്മങ്ങളാണ് പറയാത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ആലസ്യം ഉണ്ടായത്. അപ്പോൾ പരമഹംസന്മാർക്ക് പ്രിയങ്ങളായ ഭാഗവത ധർമ്മങ്ങൾ അധികമായിട്ട് നിരൂപണം ചെയ്യപ്പെടാത്തത് കൊണ്ടോ, എന്തുകൊണ്ടെന്നാൽ അവ തന്നെ ഭഗവാന് പ്രിയങ്ങൾ. ഭഗവാന് പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. ചക്രവർത്തിമാരുടെ പോഷണം, അവരുടെ ലയനം, ഇതിനെ പറ്റിയിട്ടാണ് മഹാഭാരതത്തിൽ. അപ്പോൾ അത് പോരാ എന്ന് ഇദ്ദേഹത്തിന് തോന്നി. ആത്മാവിൻ്റെ അസംതൃപ്തിക്കുള്ള കാരണം സ്വയമേവ ഊഹിക്കണം. സ്വയമേവ ഊഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണില്ല.
നമ്മൾ ഈ 5:30 മുതൽ 10:30 വരെ മാറി മാറി വരുന്ന ചാനലുകളിലുള്ള സീരിയൽ കണ്ടിട്ട് നമുക്കിപ്പോൾ തലയ്ക്ക് മത്ത് പിടിച്ചിരുന്നു. സ്ത്രീകളെ ഒരു ഭോഗവസ്തുവാക്കിയിട്ടും അമ്മായിയമ്മ പോരും നാത്തൂൻ പോരും അല്ലേ, പിന്നെ സ്വർണത്തിനോടുള്ള മതിപ്പും സ്വർണമില്ലാത്തവരൊന്നും അല്ലാത്തവരെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കണത്. അങ്ങനെ ആക്കി നമ്മുടെ ജീവിത രീതി വളരെ മോശമാണ് നമ്മുടെ ജീവിത രീതി. അതുകൊണ്ടാണ് പറഞ്ഞത്, പരമഹസന്മാരായ ആത്മാരാമന്മാർ ആ ധർമ്മങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അവ തന്നെ ഭഗവാനും പ്രിയമുള്ളവയാണ്. ആ ധർമ്മങ്ങളെ പ്രാധാന്യേന വർണ്ണിക്കാത്തത് കൊണ്ട് തന്നെയോ ആത്മാവ് പ്രസാദിക്കാത്തത് എന്നൊരു ധാരണയിലെത്തി. അപ്പോൾ 32ാമത്തെ ശ്ലോകം, തസ്സൈവം ഖിലം ആത്മാനം മന്യമാനസ്യ ഗിദ്ധ്യതാം കൃഷ്ണസ്യ നാരദോ അഭ്യാഗ് അത ആശ്രമം പ്രാഗുദാഹൃതം. അങ്ങനെ ഇരിക്കുമ്പോൾ നാരദ മഹർഷി വരികയാണ്. തസ്സൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഗിദ്ധ്യത കൃഷ്ണസ്യ നാരദോ അഭ്യഗാത് ആശ്രമം പ്രാഗുദാഹൃതം. സ്വയം ഇപ്രകാരം ന്യൂനമായിട്ട് വിചാരിക്കുന്നവനും ഖേദിക്കുന്നവനുമായ ആ കൃഷ്ണദ്വൈപായനരുടെ മുമ്പ് പറഞ്ഞതായ ആശ്രമത്തെ നാരദൻ അഭിഗമിച്ചു, അവിടെ എത്തിച്ചേർന്നു. ഇങ്ങനെ ആത്മാവ് പരിപൂർണമായി പ്രസാദിക്കാത്തതിനെക്കുറിച്ച് സ്വയം ഖേദിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാസമഹർഷിയുടെ മുൻപറഞ്ഞതായ ആശ്രമത്തെ നാരദൻ പ്രാപിച്ചു, അവിടെ എത്തി, നാരദരെത്തി. അവസാനത്തെ ശ്ലോകം 33, തം അഭിജ്ഞായ സഹസാം പ്രത്യുദ്ധായാഗതം മുനി. വ്യാസരങ്ങട് നീട്ടു. ശ്രദ്ധിക്കണം, വ്യാസരാര കൃഷ്ണദ്വൈപായനൻ ഭഗവാൻ ശ്രീഹരി തൻ്റെ ആത്യന്തമായിട്ടുള്ള ഭക്തൻ നാരദർഷി ദേവർഷീനെ കണ്ടപ്പോൾ എണീറ്റു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതം. ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന ആ നാരദരെ അദ്ദേഹം പൂജിച്ചു. തം അഭിജ്ഞായ സഹസാം പ്രത്യുദ്ധായ ഗതം മുനി. ഇരിക്കുന്നോർത്ത് നീട്ടുന്ന പ്രത്യുദ്ധായ ഗതം ആഗതം മുനി, വന്ന മുനീനെ പൂജയാമാസ വിധിവൻ നാരദം സ്വരപൂജിതം. വ്യാസമുനി വന്നിരിക്കുന്ന ആ നാരദരെ അറിഞ്ഞിട്ട്, അഭിജ്ഞായ അറിഞ്ഞിട്ട്, സംഭ്രമത്തോടെ എതിരേറ്റിട്ട് ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന നാരദരെ വിധിപ്രകാരം പൂജിച്ചു. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, പൂജനീയന്മാരെ കണ്ടാൽ നീണ്ടു നിവർന്ന് വീണ് നമസ്കരിക്കണം, പൂജ ചെയ്യണം, തല കുമ്പിട്ട് അഭിവാദ്യം ചെയ്യണം, അവരുടെ കാല് തൊട്ട് തലയിൽ വയ്ക്കണം. ആശ്രമത്തിൽ വന്നിരിക്കുന്നത് നാരദമുനിയാണെന്നറിഞ്ഞ ഉടനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന വ്യാസമുനി ദേവന്മാർ കൂടെ പൂജിക്കുന്ന ശ്രീനാരദമുനിയെ വിധിപ്രകാരം പൂജിച്ചു എന്ന് പറഞ്ഞ് 4ാമത്തെ അധ്യായം, 1-ാം സ്കന്ധത്തിലെ 4ാമത്തെ അധ്യായം ഭഗവത് പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കണു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷയോപാഖ്യാനേ 4ാധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.